കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ നിരത്തുകളിൽ ഒട്ടനവധി അന്യസംസ്ഥാന വാഹനങ്ങൾ ബസ്സുകൾ വന്ന് നിറയുന്ന കാഴ്ച. പലയിടത്തും വലിയ ഗതാഗതക്കുരുക്കുണ്ടാക്കി. ബാംഗ്ലൂർക്കും മംഗലാപുരത്തിനും ചെന്നൈക്കും അങ്ങനെ ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന നിരവധി ബസ്സുകളാണ്, വലിയ ഡബിൾ ഡെക്കർ ബസ്സുകളാണ് റോഡുകളിൽ. അത് ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അങ്ങനെയുള്ള ബസ്സുകൾ ഇന്ന് ധാരാളമായി കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഇടുങ്ങിയ ടൗണുകളിലൊക്കെ ഈ ബസ്സുകൾ കൊണ്ട് നിർത്തി വലിയ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നു. കാരണം കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരോ അല്ലെങ്കിൽ മറ്റേ ചെന്നൈയിലോ മംഗലാപുരത്തോ മധുരയിലോ പല സ്ഥലങ്ങളിലും കോയമ്പത്തൂരോ എല്ലായിടത്തും പോയി പഠിക്കുന്ന കുട്ടികളുടെയും അതുപോലെ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പലരും ഇതുപോലുള്ള ബസ്സുകളിലാണ് യാത്ര ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ ഗതാഗത മന്ത്രി ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സ്ലീപ്പർ കോച്ച് ബസ്സുകൾ, അന്യസംസ്ഥാനത്തേക്കുള്ള ധാരാളം പുതിയ ബസ്സുകൾ കേരള സർക്കാർ ഒരുക്കുന്നതായിട്ട്. നമ്മുടെ KSRTCക്ക് അങ്ങനെ ഒരു നല്ല കളക്ഷൻ കിട്ടുന്ന, നല്ല മികച്ച ബസ്സുകൾ ഇറക്കിയ നല്ല കളക്ഷൻ കിട്ടുന്ന റൂട്ടുകളാണ് ബാംഗ്ലൂർ, അതുപോലെ ചെന്നൈ, മധുര, അതുപോലെ സേലം, കോയമ്പത്തൂർ, ഇങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളും മംഗലാപുരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ KSRTC കൂടുതൽ നല്ല സൂപ്പർ കോച്ച് ബസ്സുകൾ ഇറക്കിക്കഴിഞ്ഞാൽ അവ വളരെ ഗുണം ചെയ്യും KSRTCക്ക്. കാരണം ധാരാളം വിദ്യാർത്ഥികൾ അന്യസംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നതാണ്, അതുപോലെ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ പോയി വരാൻ നമ്മുടെ KSRTC ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് KSRTCക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. KSRTC നഷ്ടത്തിൽ പോകുന്ന KSRTCയെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ധാരാളം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഗതാഗത മന്ത്രിയിൽ നിന്നുണ്ടായിരുന്ന ഒരു പ്രസ്താവന വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഗതാഗത മന്ത്രി ആയതിനു ശേഷം ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങളാണ് KSRTCയെ രക്ഷപ്പെടുത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഇപ്പോൾ ഈ അന്യസംസ്ഥാനങ്ങളിലേക്കുള്ള വാഹനങ്ങൾക്ക് കൂടുതലായി KSRTC ഇറക്കാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുന്നത്. വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം. അത്രയും മികച്ചൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഉണ്ടായത് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു വക തന്നെയാണ്. അദ്ദേഹത്തെ പോലെയുള്ള നല്ല നല്ല ആളുകൾ ഇനിയും കേരളത്തിൽ വരും കാലങ്ങളിലും നല്ല മന്ത്രിസഭയിലെത്തി കേരളത്തിൻ്റെ വികസന കുതിപ്പിന് വലിയ നല്ല പുതിയ കാര്യങ്ങൾ ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല മന്ത്രിമാർ കടന്നു വരട്ടെ.